ഫിഫ്ത് പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം നമ്മളെ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ചേർത്തിട്ടാണ് പറയുന്നത്. ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഇതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പം ആദ്യം നേഷൻ വൈഡില് ഈ ഒരു ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 1952 യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 1952 ഈ ഒരു ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ ടൈമിൽ 1951 to 61 ആ ഒരു ടൈമിൽ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 4 കമ്പോണൻസിന്റെ ബേസിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എഡ്യൂക്കേഷൻ, സർവീസസ്, ട്രെയിനിങ്, റിസർച്ച്. ഈ ഒരു 4 കമ്പോണൻസിന്റെ ബേസിൽ മാത്രമായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. തേർഡ് 5 ഇയർ പ്ലാൻ ആയപ്പോഴത്തേനും ഈ ഒരു ക്ലിനിക്കൽ അപ്രോച്ച് കുറച്ചും കൂടെ ഒന്ന് സപ്ലിമെന്റ് ചെയ്ത് ഒരു എക്സ്റ്റൻഷൻ അപ്രോച്ചും കൂടെ കൊണ്ടുവന്നു. അവിടെ ഈ ഒരു ഫാമിലി പ്ലാനിങ്ങിന്റെ മെസ്സേജും സർവീസസും അതിന്റെ കോൺട്രാസെപ്റ്റീവ്സിന്റെ സപ്ലൈസും ഒക്കെ പീപ്പിളിലേക്ക് അവരിലേക്ക് മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിച്ചു ഈ ഒരു തേർഡ് 5 ഇയർ പ്ലാനിൽ. അതിനുശേഷം 1966 ആയപ്പോഴത്തേനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി വെൽഫെയർ സെറ്റപ്പ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ ഫാമിലി പ്ലാനിംഗ് ബ്യൂറോസും കൊണ്ടുവന്നു. അതേപോലെ നമ്മുടെ PHSയോട് ചേർന്നുകൊണ്ട് റൂറൽ ഫാമിലി വെൽഫെയർ സെന്റേഴ്സും സബ് സെന്റേഴ്സും ഈ പറയുന്ന സാധനങ്ങളെല്ലാം വന്നത് 1966 ആ ഒരു സമയത്താണ്. അതിനുശേഷം ഫോർത്ത് 5 ഇയർ പ്ലാൻ ആയപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തു. ഇത് അത്രയും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കി അതിനൊരു പ്രയോറിറ്റി കൊടുത്തു. അതിനുശേഷം ഫിഫ്ത് 5 ഇയർ പ്ലാൻ ആയപ്പോഴത്തേനാണ് ആ ഒരു സമയത്താണ് നമ്മുടെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് കൂടുതലായിട്ട് വന്നത്. അപ്പം MCH സർവീസുമായിട്ട് നമ്മുടെ ഫാമിലി വെൽഫെയർ സർവീസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഫിഫ്ത് 5 ഇയർ പ്ലാനിലാണ്. അതിനുശേഷം 1977-79 ആ ഒരു സമയം ആയപ്പോഴത്തേനും ചില അഡ്വേഴ്സ് പ്രൊപ്പാഗണ്ടേഴ്സ് കാരണം നമ്മുടെ പ്രോഗ്രാം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ആയി, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഇത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് സിക്സ്ത് 5 ഇയർ പ്ലാനിന്റെ സമയത്താണ്. അപ്പൊ നമുക്ക് വന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് സിക്സ്ത് 5 ഇയർ പ്ലാനിൽ കൂടുതൽ ആക്റ്റീവായി ഈ ഒരു പ്രോഗ്രാം. അതിനുശേഷം 1983 നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി ചില സ്പെസിഫിക് ഗോൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു 2000 കൂടി നമ്മൾ ഫെർട്ടിലിറ്റിയിൽ ഒരു റീപ്ലേസ്മെന്റ് ലെവല് നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് ഈക്വൽ ടു 1 ആക്കുക എന്നുള്ള ഒരു ഗോള് കൊണ്ടുവന്നത്. നാഷണൽ ഹെൽത്ത് പോളിസി 1983 നമ്മുടെ ഫാമിലി പ്ലാനിങ്ങോട്ട് റിലേറ്റ് ചെയ്ത് 2000 കൂടി നമ്മുടെ ഫെർട്ടിലിറ്റി ലെവൽ ഒരു റീപ്ലേസ്മെന്റ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഗോള് കൊണ്ടുവന്നു. അതിനുശേഷം 85 to 86 ആ സമയത്താണ് നമ്മുടെ സെവൻത് 5 ഇയർ പ്ലാൻ നടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമും ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതെല്ലാം നമ്മളെ കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇനി നെക്സ്റ്റ് 8th 5 ഇയർ പ്ലാൻ 1992 ആ ഒരു സമയം ആയപ്പോഴത്തേന് ആ സമയത്താണ് നമ്മുടെ CSSM പ്രോഗ്രാം, ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം വന്നത്. അതുമായിട്ട് നമ്മുടെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിനെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്തു. പിന്നെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. 9th 5 ഇയർ പ്ലാനിന്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് നിലവിലുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 8th പ്ലാനിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം കൂടെ നമ്മുടെ RCH പ്രോഗ്രാമുമായിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ RCH പ്രോഗ്രാമിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ആവശ്യമനുസരിച്ച് നീഡ് ബേസ്ഡ് ആയിരിക്കണം, നമ്മൾ കൊടുക്കുന്ന ക്ലയന്റ് ഓറിയന്റഡ് ആയിരിക്കണം, അതുപോലെ തന്നെ അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കണം, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് RCHന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ RCHുമായിട്ട് നമ്മുടെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ആ ഒരു സമയത്ത് ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ ഒരു ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിന്റെ മൊത്തത്തിലൊരു ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ചെയ്ത് ഒരു കോൺസ്റ്റന്റ് ലെവലിൽ നിലനിർത്തുക എന്നുള്ളതായിരുന്നു തുടക്കം മുതലേ ഈ ഒരു ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലെവലിലാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് നമ്മുടെ ഈ ഒരു നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ഇപ്പൊ നിലവിലുള്ളത് പോലെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്.